പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനും അടുത്തറിയുവാനും ശ്രമിച്ച മുസ്ലിങ്ങളല്ലാത്ത പല ആളുകൾ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരെയൊക്കെ സ്വാധീനം ചെലുത്തിയ ഖുർആന്റെ ചില പദപ്രയോഗങ്ങളുണ്ട്. അത് അവരെ വളരെ അത്ഭുതപ്പെടുത്തി എന്നാണ്. അങ്ങനെയാണ് പല മുസ്ലിം പണ്ഡിതന്മാരും ആ വിഷയത്തിലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഗതി, നിങ്ങൾ സംസാരത്തിൽ നീതി പാലിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ നീതി പാലിക്കുക എന്നുള്ളത് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. നീതി പാലിക്കുക എന്നുള്ളത് നിങ്ങൾ നടത്തത്തിൽ നീതി പാലിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സംസാരത്തിൽ നീതി പാലിക്കുക എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സമീപിച്ചപ്പോഴാണ് ഖുർആനിന്റെ വലിയൊരു അമാനുഷികത അവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസാരത്തിൽ നീതി പാലിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ നീതി പാലിക്കേണ്ട ചില ഘട്ടങ്ങൾ ഏതൊക്കെ രൂപത്തിലാണെന്ന് പണ്ഡിതന്മാർ പിന്നീട് വിശദീകരിച്ചു. ഒന്ന്, സംസാരത്തിന്റെ ശൈലി, ടോണാണ്. അത് നീതി പാലിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഘടകം. സംസാരത്തിലെ ശൈലിക്ക്, ടോണിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനിൽ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കൂ. ഖൗലൻ കരീമ, ഖൗലൻ മഅറൂഫ, ഖൗലൻ സദീദ, ഖൗലൻ ലയ്യീന എന്നൊക്കെ ഖുർആൻ ഉപയോഗിക്കും. അതൊന്നും പര്യായ പദങ്ങളായിട്ടല്ല. അത് എവിടെയാണ്, ആരോടാണെന്ന് കൃത്യമായി ഉപയോഗിക്കും. നമുക്ക് എല്ലാത്തിനും അതിന് ഒറ്റ അർത്ഥം പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൽ മാന്യമായി സംസാരിക്കാന്ന് മലയാളത്തിൽ അത്ര പറയാൻ പറ്റുള്ളൂ. അതാണ് മലയാള ഭാഷയുടെ ഒരു പോരായ്മ. അറബി ഭാഷയുടെ വിശാലതയും അതിനപ്പുറമാണ്. അപ്പൊ ഒന്ന് ശൈലിയാണ്. രണ്ടാമത് നീതി പാലിക്കാൻ പറഞ്ഞത് എന്ത് സംസാരിക്കണം എന്നുള്ളതാണ്. അതിന് ഖുർആനും നിയമം ഒന്ന്, എന്ത് സംസാരിക്കണം, നല്ലതേ സംസാരിക്കാവൂ, നല്ലത് മാത്രമേ സംസാരിക്കാവൂ. ഇനി നല്ലത് സംസാരിക്കാനില്ലെങ്കിലും മിണ്ടാതിരുന്നോളണം. അപ്പൊ അത് നീതി പാലിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ ഇനി സംസാരിക്കുമ്പോൾ തന്നെ സത്യം മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ, സത്യമല്ലാത്തത് സംസാരിക്കരുത്, എല്ലാ സത്യവും സംസാരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സത്യവും സംസാരിക്കരുത്. ചില സംസാരങ്ങളല്ല, ചില പദങ്ങൾ, സൂചനകൾ വരെയും ഖുർആൻ വിലക്കിയിട്ടുണ്ട്. അതെന്തിനാ? അത് മറ്റുള്ളവരുടെ മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന. ഇപ്പൊ മാതാപിതാക്കളോട് പറഞ്ഞപ്പോ ഖുർആൻ എന്താ പറഞ്ഞത്? ഛേ എന്ന് പോലും പറയുന്ന, അതുപോലും പറയുന്ന. അപ്പോൾ ചെറിയ ഒരു വാക്ക്, ഒരു അക്ഷരങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു മതിയാകും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താനും വേദനിപ്പിക്കാനും അർത്ഥം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ സംസാരത്തിൽ നീതി പാലിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതില് ഇതിനെല്ലാം ഉൾപ്പെട്ടുകൊണ്ടായിരിക്കണം സംസാരങ്ങൾ വരിക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം. ചിലപ്പോൾ ഒരു ആംഗ്യ സംസാരത്തിന് നാം സംസാരിക്കേണ്ട, അല്ലാതെ തന്നെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന അർത്ഥം. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് എന്താണ് ഖുർആൻ സംസാരത്തിൽ നീതി പാലിക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സംസാരത്തിൽ പരമാവധി നീതി പാലിക്കുവാനും ഇസ്ലാമിന്റെ സംസ്കാര മര്യാദകൾ പാലിക്കുവാനും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും അവയവങ്ങൾക്കുള്ള ധർമ്മമുണ്ട്. ആ ധർമ്മം പരിപാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.